ഞാൻ പോലീസിൽ പരാതി കൊടുത്തു. മുഖ്യമന്ത്രിക്ക്, പോലീസ് DGPക്ക്, പൂങ്കുഴലി മാഡത്തിന്, തിരുവനന്തപുരം സൈബർ പോലീസിനാണ് എനിക്കെതിരെ വന്ന വ്യാജ പരാതിക്കെതിരെ, ഫേക്ക് കംപ്ലൈന്റിനെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. അതായത് എന്നെ വ്യാജ പരാതികളിലൂടെ വേട്ടയാടാൻ ചില ആൾക്കാർ ശ്രമിക്കുന്നു. IPC 211 BNS 248 പെടുത്തി ആ വ്യക്തിക്കെതിരെ, പരാതിക്കാരിക്കെതിരെ കള്ള പരാതി കൊടുക്കുന്നതിന് ആക്ഷൻ എടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ്. ആ പരാതിക്കാരിയുടെ ഭർത്താവ് എനിക്ക് അനുകൂലമായി വീഡിയോ ചെയ്യുകയും ആ പരാതിക്കാരിയുടെ ഭർത്താവ് രാഹുൽ ഈശ്വറിനോട് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഞാൻ ആ വീഡിയോ കൊടുക്കാത്തത് ഇനിയും അത് ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്ത ആണെന്ന് പറഞ്ഞ് ചിലപ്പോൾ വാദം ഉന്നയിക്കും. അതുകൊണ്ട് ഞാനത് കൊടുക്കുന്നില്ല. ആ നിയമം നമ്മുടെ അഡ്വക്കേറ്റ്സിനോട് അന്വേഷിച്ച് മാത്രമേ കൊടുക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ള വ്യാജ പരാതി കൊടുത്ത അതേ വ്യക്തിയാണ് എനിക്കുമെതിരെ വ്യാജ പരാതി കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വ്യാജ പരാതികൾ അവസാനിപ്പിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബഹുമാനപ്പെട്ട പോലീസിന് ആ പരാതി കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളോട് വായിക്കുകയാണ്. പോലീസിന് കൊടുത്ത ഡീറ്റെയിൽസ് അതേപോലെ വായിക്കുകയാണ്. ഈ പരാതി പോയിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, DGP, കേരള പോലീസ്, സൈബർ പോലീസ് ട്രിവാൻഡ്രം, AIG കോസ്റ്റൽ, പൂങ്കുഴലി മാഡത്തിന്റെ ID അതാണ്. ഡിയർ സാർ, മാഡം പോലീസ്, എനിക്കെതിരെയുള്ള വ്യാജ പരാതിക്കെതിരെ പോലീസിൽ പരാതി നൽകുന്നു. IPC 211 BNS 248 പ്രകാരം എനിക്കെതിരെയുള്ള വ്യാജ പരാതിക്കെതിരെ നടപടി സ്വീകരിക്കണം. ഞാൻ രാഹുൽ ഈശ്വർ, ഒരു ഗാന്ധിയനും പുരുഷ കമ്മീഷൻ ആക്ടിവിസ്റ്റുമാണ്. 20 വർഷത്തിലേറെയായി കേരളം, ദേശീയ മാധ്യമങ്ങൾ, BBC അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങളിൽ സാമൂഹിക നിരീക്ഷകൻ, പബ്ലിക് പോളിസി അനലിസ്റ്റ്, സോഷ്യൽ ക്രിട്ടിക്, പാനലിസ്റ്റ് ആയി ഫീച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരള നിയമസഭാ സമക്ഷം ഉള്ള 246 ബില്ല്, പുരുഷ കമ്മീഷൻ സ്വകാര്യ ബില്ല് പ്രവൃത്തിപഥത്തിൽ എത്തിക്കാനുള്ള ആക്ടിവിസം പരിശ്രമത്തിലാണ്. എനിക്കെതിരെ രണ്ടാമത്തെ തവണയാണ് ഒരു വ്യാജ പരാതി ഒരു സ്ത്രീ നൽകുന്നത്. അവർ മറ്റൊരു കേസിൽ MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നതിനാൽ നിയമത്തെ ബഹുമാനിച്ച് അവരുടെ പേരെഴുതുന്നില്ല, പകരം പരാതിക്കാരി എന്ന് മാത്രം സംബോധന ചെയ്യുന്നു. മുമ്പ് ആ പരാതിക്കാരിയുടെ ഫോട്ടോ, ഐഡന്റിറ്റി പുറത്തു പറഞ്ഞു എന്ന തെറ്റായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് എനിക്കെതിരെ പരാതി നൽകിയിരുന്നു. അത് രണ്ടും നിലനിൽക്കില്ല എന്ന് വന്നപ്പോൾ മറ്റൊരു വകുപ്പ് കൂടി ചുമത്തി 5ാം പ്രതിയായ എന്നെ കുടുക്കാൻ ശ്രമിച്ചു. 16 ദിവസത്തിന് ശേഷം ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. അതിന്റെ കേസ് നമ്പറും മറ്റും കൊടുത്തിട്ടുണ്ട്. കോടതി ബെയിൽ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്, പോലീസിന് ചേർത്തിട്ടുണ്ട്. മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന ഉപാധി കോടതി ബെയിലില്ല. വീണ്ടും വീഡിയോ ചെയ്യരുത് എന്ന ഉപാധി ഇല്ല. വസ്തുക്കൾ ഇങ്ങനെ ആയിരിക്കെ വീണ്ടും വ്യാജ പരാതിയുമായി എന്നെയും എന്റെ കുടുംബത്തെയും അധിക്ഷേപിക്കാനാണ് അവർ വ്യാജ പരാതിയുമായി വരുന്നത്. ആ പരാതിക്കാരിയുടെ ഭർത്താവ് ഇന്നലെ മാധ്യമങ്ങളോട് അദ്ദേഹത്തിന്റെ ജീവിതം തകർന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇതിലൊരു സാമൂഹിക നിരീക്ഷകൻ, സോഷ്യൽ ക്രിട്ടിക് എന്ന രീതിയിൽ കോടതി വിധി പൂർണ്ണമായും ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. വീഡിയോ ലിങ്ക് ചേർക്കുന്നു. വീഡിയോയുടെ പൂർണ്ണ സംഭാഷണം ഇമെയിലിന്റെ ഭാഗമായി ചേർക്കുന്നു. പരാതിക്കാരിയുടെ ഭർത്താവിനെ അനുകൂലിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഇത് പരാതിക്കാരി സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച നറേറ്റീവിനെ വിമർശിക്കുന്നതായിരുന്നു. അതുകൊണ്ട് പ്രകോപിതയായി എനിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത പരാതി നൽകി. സുപ്രീം കോടതിയുടെ വിധികളെ, നിലപാടുകളെ പോലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നു. പരാതിക്കാരിയുടെ തെറ്റായ നിലപാടുകളെ നിയമം അനുശാസിക്കുന്ന പരിധിക്കുള്ളിൽ റീസണബിൾ റെസ്ട്രിക്ഷനിൽ നിന്നാണ് വിമർശിച്ചത്. കോടതി വിധി ബഹുമാനിച്ചും നിയമ ഉപദേശം എടുത്തുമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ഒരു സാമൂഹിക നിരീക്ഷകൻ, സോഷ്യൽ ക്രിട്ടിക് എന്ന നിലയിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 19 നൽകുന്ന അവകാശവുമാണ് ഭരണഘടന പറയുന്ന റീസണബിൾ റെസ്ട്രിക്ഷന് ഉള്ളിൽ നിന്നുകൊണ്ട് ഫാക്ട്സ് മാത്രമാണ് പങ്കുവച്ചത്. വ്യാജ പരാതി നൽകി എന്നെ അധിക്ഷേപിക്കാനും അവരുടെ ഭർത്താവ് വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാനുമുള്ള ശ്രമങ്ങളാണ് പരാതിക്കാരിയുടെ വ്യാജ പരാതിയുടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഗൂഢാലോചനയാണ്. ദയവായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. എനിക്ക് നീതി വേണം. നിലപാടുകളിലുള്ള വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണാതെ നിയമം ദുരുപയോഗം ചെയ്യുന്ന ഈ പരാതിക്കാരിക്കെതിരെ നടപടിയെടുക്കണം. IPC 211 BNS 248 നിരന്തരം വ്യാജ പരാതികൾ, ഫ്രിവലസ് ആൻഡ് ഫേക്ക് കംപ്ലൈന്റ്സ് കൊടുത്ത് എന്നെ ഹരാസ് ചെയ്യാനുള്ള നീക്കമാണ്. പരാതിക്കാരിയുടെ ഭർത്താവ് എന്നെക്കുറിച്ച് ചെയ്ത വീഡിയോ കൂടി പങ്കുവെക്കുന്നു. രാഹുൽ ഈശ്വർ തെറ്റ് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിനെതിരെ കേസ് വന്നതിൽ രാഹുൽ ഈശ്വറിനോട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പരാതിക്കാരിയുടെ ഭർത്താവ് പറയുന്ന വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട്. പരാതിക്കാരിയുടെ എനിക്കെതിരെ പ്രതികാര ബുദ്ധിയോടെ ഗൂഢാലോചന നടത്തുന്ന കാര്യം അന്വേഷിക്കണമെന്നും അവർ നൽകുന്ന ഈ വ്യാജ പരാതികൾ അന്വേഷിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഏത് അന്വേഷണത്തോടും പൂർണ്ണമായി സഹകരിക്കുകയും വ്യാജ പരാതിക്കാരിക്കെതിരെ തെളിവ് നൽകാൻ എപ്പോഴും സന്നദ്ധനുമായിരിക്കും. ഗോഡ് ബ്ലെസ്. ഈ വ്യാജ പരാതികൾ നമുക്ക് അവസാനിപ്പിക്കണം. അതിശക്തമായി മുമ്പോട്ട് പോകണം. ആണിനെ നിശബ്ദനാക്കാൻ കള്ളക്കേസിൽ കൊടുക്കുന്ന ഈ പ്രവണത നമുക്ക് അവസാനിപ്പിക്കണം. അതിന് പോലീസിന്റെയും കോടതിയുടെയും സഹായം കൂടി നമുക്ക് തേടണം. നിയമത്തിന്റെയും മാധ്യമങ്ങളുടെയും സംവിധാനം നമുക്ക് തേടണം. ഓരോ പുരുഷനും വേണ്ടിയാണ്.